flywheel. It's basically part and parcel of the samples and the effects. Hello friends, welcome to yet another episode of Flywheel. എന്നെപ്പോലെ ഒരു ഓട്ടോ ജേർണലിസ്റ്റ് എന്നും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ട് കാറിനെ കമ്പയർ ചെയ്യാൻ. അത് ഈക്വലി ഇമ്പോർട്ടന്റും ഈക്വലി എഫിഷ്യന്റ് ആയിട്ടുള്ള കാർ ആകുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ കുറേ കൂടി ഡിഫിക്കൽട്ട് ആവുക ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താനാണ് ഇന്ന് ഈ കമ്പാരിസൺ ടെസ്റ്റ് നടത്തുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് എക്സിക്യൂട്ടീവ് ലക്ഷറി സിഡാനിലെ വിച്ച് വൺ ഇസ് ദ ബെസ്റ്റ് കാർ എന്നുള്ളത് നോക്കാനാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. മുമ്പ് ഞങ്ങൾ BMW 5 സീരീസിന്റെ എപ്പിസോഡിൽ കണ്ട അതേ ലൊക്കേഷൻ, അതായത് ബോംബെക്ക് അടുത്തുള്ള ലോനാവാലയിൽ നിന്നാണ് ഇന്നും ഈ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അന്നത്തെ അതേപോലെ തന്നെ നല്ലൊരു മിസ്റ്റിയും നല്ല ബ്രീസിയും നല്ല കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇന്നുള്ളത്. ഇടയ്ക്ക് റെയിനും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊരു ഡിഫിക്കൽട്ട് ഒരു കൺസ്ട്രെയിനുള്ള ക്ലൈമറ്റ് ആണെങ്കിലും നമ്മളത് ഈ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ വാച്ച് ഔട്ട് ഫോർ ദ ടെസ്റ്റ് ഡ്രൈവ് ഓഫ് Mercedes-Benz E-Class and BMW 5 Series. ലോകത്തെ ഏതൊരു ലക്ഷറി കാർ മാനുഫാക്ചറിന്റെയും ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണ് എക്സിക്യൂട്ടീവ് ലക്ഷറി സെഗ്മെന്റ്. അവരുടെ എൻട്രി ലെവൽ ലക്ഷറി സെഗ്മെന്റ് ഉണ്ട്, സൂപ്പർ ലക്ഷറി സെഗ്മെന്റ് ഉണ്ട്. എന്നാൽ ഈ ഒരു സെഗ്മെന്റ്, അതായത് ഇ ക്ലാസും പിന്നെ 5 സീരീസിലും അടങ്ങുന്ന ആ സെഗ്മെന്റ് ആണ് അവർ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. ഇതിലാണ് ഏറ്റവും അധികം കോമ്പറ്റീഷനും നടക്കുന്നത്. ചില സെഗ്മെന്റ് ചില മൊണോപ്പൊളിക്ക് ചില കമ്പനീസ് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സെഗ്മെന്റ് ആണെങ്കിൽ ഈ ഒരു ഇന്നിപ്പം മാനുഫാക്ചേഴ്സ് എല്ലാവരും തന്നെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് മോഡൽസ് കൊണ്ടുവരുന്ന മോഡലാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ മെർസിഡീസിന്റെ E-Class ആവട്ടെ, BMWയുടെ 5 സീരീസ് ആവട്ടെ, രണ്ടും തന്നെ ഈ രണ്ട് മാനുഫാക്ചറിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. ഒരു കാലത്ത് ഈ ഒരു സെഗ്മെന്റ് ഭരിച്ചിരുന്നതും അല്ലെങ്കിൽ മെയിൻ സെയിൽ നടന്നിരുന്ന ഒരു സെഗ്മെന്റാണ് E-Class. എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും അധികം സെയിൽ നടക്കുന്ന ഒരു മോഡലാണ് 5 സീരീസ്. എന്നാൽ ഈ സെഗ്മെന്റിലെ ലീഡർഷിപ്പ് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലാണ് Mercedes-Benz ഈ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ മോഡലിൽ വന്നിരിക്കുന്ന കുറേ ചേഞ്ചസ്, കാരണം സാധാരണ Mercedes-Benzൽ വന്നിട്ടുള്ള ആ കംഫർട്ടും പിന്നെ സേഫ്റ്റിയും പിന്നെ ലക്ഷറി ഫീലെല്ലാം നിലനിർത്തിക്കൊണ്ട് കുറെ കൂടി ഒരു അഗ്രസീവ് മോഡലാക്കി മാറ്റിയാണ് ഈ 212 സീരീസിനെ മാറ്റിയിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് മാനുഫാക്ചേഴ്സും ഇവർ രണ്ടുപേരുടെയും ഈ രണ്ട് പ്രോഡക്ട്സ് കോംപ്ലിമെന്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പോൾ ഡെവലപ്മെന്റ് നടത്തിയിട്ടുള്ളത്. കാരണം ഈ സാധാരണ ഒരു ബെസ്റ്റ് ഡ്രൈവേഴ്സ് കാറായിട്ട് അറിയപ്പെടുന്ന ഈ 5 സീരീസ് കൂടുതലും ഒരു ലക്ഷറി കാറിന്റെ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ലക്ഷറി മാത്രം ഓറിയന്റ് ചെയ്യുന്ന കാറിൽ നിന്ന് മാറിയിട്ടുള്ളൊരു പിക്ചറാണ് എന്നും 5 സീരീസിന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സെഗ്മെന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറെ കൂടെ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു കംഫർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. മുമ്പ് നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ പുതിയ ഫീച്ചേഴ്സ് കുറെ കൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് BMW ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ ഒരു മുഖമുദ്രയായ ഒരു ഡ്രൈവിംഗ് പ്ലഷർ എന്നാലും നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ E-Classനെ കുറിച്ച് പറയുകയാണെങ്കിൽ E-Class നേരത്തെ ഉള്ളതിനേക്കാളും ബോഡി വെയിറ്റ് റേഷ്യോ എല്ലാം കുറെ കൂടി ഈക്വലൈസ് ചെയ്യുകയും പിന്നെ കുറെ കൂടി ഡ്രൈവിംഗ് കംഫർട്ട് കൂട്ടാനാണ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി കുറെ അധികം ലക്ഷറി ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ കംഫർട്ട് ഫീച്ചറിൽ ചെറിയൊരു സാക്രിഫൈസ് E-Classൽ നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഇന്നിപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈ ലക്ഷറി സെഗ്മെന്റ് മാർക്കറ്റ് കുറെ കൂടി ഒരു യങ് ജനറേഷൻ, അതായത് ഒരു യങ് എന്റർപ്രണേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ് ഇന്നിപ്പോൾ വേൾഡ് ഓവർ കാണുന്നത്. അപ്പോൾ ഈ ഇനിയിപ്പം യങ് അല്ലെങ്കിൽ കൂടി ഒരു യങ് മെന്റാലിറ്റിയിലാണ് ആളുകൾ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് ഒരു യങ് നേച്ചർ നിലനിർത്താനാണ് ഈ രണ്ട് മാനുഫാക്ചേഴ്സും ശ്രമിക്കുന്നത്. എന്നാൽ രണ്ടുപേർക്കുള്ള പോരായ്മകൾ മാറ്റിയിട്ടാണ് ഈ രണ്ട് മോഡൽസും രണ്ട് മാനുഫാക്ചറും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് മോഡലിന്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെർസിഡീസിൽ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്. കാരണം മെർസിഡീസിൽ നേരത്തെ ലാസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരുന്ന റൗണ്ട് നേച്ചർ മാറിയിട്ട് ഇതിന്റെ എല്ലാം ഒരു ആൻസിസ്റ്റർ ആയിട്ടുള്ള മോഡൽ, അതായത് 124, അതായത് W124 എന്നുള്ള ഇന്ത്യയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലും പിന്നെ അതിന്റെ എല്ലാം പഴയ മോഡലായ പോണ്ടോണിൽ വന്നിട്ടുള്ള ലൈൻസും ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെട്രോ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് E-Classൽ വന്നിട്ടുള്ളത്. എന്നാൽ 5 സീരീസിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 7 സീരീസിന്റെ ഇന്നത്തെ 7 സീരീസിന്റെയും പിന്നെ ഇന്നത്തെ 3 സീരീസിന്റെയും ഡിസൈൻ്റെ ബ്ലെൻഡ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് മാനുഫാക്ചേഴ്സും രണ്ട് രീതിയിലാണ് ഈ പുതിയ മോഡൽസ് കൊണ്ടുവന്നിട്ടുള്ളത്. ദാറ്റ്സ് എ മാർക്കറ്റിംഗ് ടെക്നിക് ടു സെലക്ട് അല്ലെങ്കിൽ ഗിവിംഗ് എ ചാൻസ് ഫോർ ദ കസ്റ്റമേഴ്സ് ടു സെലക്ട് ദെയർ ചോയ്സ്. രണ്ട് ഒരേപോലെ ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർഡ് ടു സെലക്ട് ദിസ് മോഡൽ.
അതല്ലാത്തതുകൊണ്ട് ഇപ്പം ട്രഡീഷണലായിട്ട് വരുന്ന ഡിസൈൻസ് എല്ലാം അല്ലെങ്കിൽ ഒരു പഴയ ഒരു 124 സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു പുതുമുള്ള രീതിയിലുള്ള ഡിസൈൻ വേണം, അല്ലെങ്കിൽ അഗ്രസീവ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് പ്രൊഫൈൽ ആയിരിക്കും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. ഇൻ ഷോർട്ട്, ഈ രണ്ട് മോഡലിൻ്റെയും ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും അവരുടെ ഒരു ലാംഗ്വേജ് ഫോളോ ചെയ്തിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം മെർസിഡീസ് ആ ട്രഡീഷൻ കീപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ഫ്ലാറ്റ് റൂഫായിട്ടുള്ള മോഡലാക്കുകയും BMW അവരുടെ അഗ്രസീവ്നെസ് കൂട്ടിയിട്ട് കുറച്ചുകൂടി റൗണ്ട് ആയിട്ട് സ്പോട്ടി ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് വേർഷനിലും സെലക്ട് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ദേ കാൺ ബി എ വൺ വിന്നർ. കാരണം രണ്ടിൻ്റെതായിട്ടുള്ള ഒരു പെക്യുലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ വേയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഈ ക്ലാസിൻ്റെ ഡിസൈൻ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അഗ്രസീവ്നെസ്സും പിന്നെ ഒരു സ്പോട്ടി നേച്ചറുള്ള ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന 5 സീരീസിൻ്റെ ഡിസൈനും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ എലമെന്റിൽ രണ്ടും ദർ ഇസ് നോ ക്ലിയർ വിന്നർ ഇൻ ദിസ് സെഗ്മെന്റ്. കാരണം രണ്ട് മോഡൽസിനും രണ്ട് രീതിയിലുള്ള ഒരു ഡിസൈനും ഒരു എക്സ്റ്റീരിയർ പ്രസൻസും ആണ് കമ്പനി നൽകിയിട്ടുള്ളത്.